ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യഹർജിയിൽ വിധി ഇന്ന്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യഹർജിയിൽ വിധി പറയുന്നത്. വിനീഷ് തുടരുന്നുണ്ട്. വിനീഷ്, നേരത്തെ ഉള്ള കേസിൽ ഇയാൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ കൂടി ജാമ്യം കിട്ടിയാൽ ഇയാൾക്ക് പുറത്തിറങ്ങാം. സ്വാഭാവിക ജാമ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് അറിയാം, നേരത്തെയും നിരവധി ആളുകൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുതന്നെ ഇവിടെ സംഭവിച്ചേക്കാം, അല്ലേ? തീർച്ചയായും ഇത് അത് തന്നെയാണ്. നമുക്കറിയാം, ആറ് പേരാണ് നിലവിലിപ്പോൾ ഈ കേസിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിൽ 4 പേർക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചു. മറ്റുള്ളവർക്ക് തെളിവുകളുടെ അഭാവത്തിലാണ് കോടതി ജാമ്യം ലഭ്യമാക്കിയത്. നിലവിൽ കട്ടളപ്പാളി കേസിൽ ബൈജുവിന് നേരത്തെ ജാമ്യം ലഭ്യമായിരുന്നു. ഇതിപ്പോൾ ദ്വാരപാലക ശില്പ കേസിൽ കൂടിയാണ് സ്വാഭാവിക ജാമ്യം കിട്ടേണ്ടത്. അത് ഇന്ന് സ്വാഭാവിക ജാമ്യം കിട്ടും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രതി കൂടിയുണ്ട്. കേസ് അത് പത്മകുമാറാണ്. പത്മകുമാറിനും നിലവിൽ സമാനമായ സ്ഥിതി തന്നെയാണ്. ഈ കട്ടളപ്പാളി കേസിൽ ജാമ്യം ലഭ്യമായി. ദ്വാരപാലക ശില്പ കേസിൽ ഈ ആഴ്ച പൂർത്തിയാകും. അത് 90 ദിവസം പൂർത്തിയാകുമ്പോഴാണല്ലോ സ്വാഭാവിക ജാമ്യം കിട്ടുക. അപ്പൊ പത്മകുമാറിനും സ്വാഭാവിക ജാമ്യം ഈ ആഴ്ചയിൽ തന്നെ ലഭ്യമാകും എന്നുള്ളതാണ്. എന്തായാലും ഈ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയിലുള്ള വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. അപ്പം ഡോക്ടർ മോഹിത് ഗജ്ജിയാണ് ഇന്ന് വിധി പറയാനായി മാറ്റിയത്. ഏകദേശം 11 മണിയോടുകൂടി ഈ കേസിൽ ജാമ്യം ലഭ്യമാകും. ബൈജുവിനും KS ബൈജുവിനും ഇന്ന് പുറത്തിറങ്ങാം. ഒരുപക്ഷെ ഈ രണ്ടാമത്തെ കേസിൽ കൂടി, കട്ടളപ്പാളി കേസിൽ കൂടി ജാമ്യം ലഭിക്കുന്നതോടെ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവും ഇന്ന് പുറത്തിറങ്ങും. അതോടെ ഈ കേസുകളിൽ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുകളിൽ പുറത്തിറങ്ങുന്ന 7ാമത്തെ പ്രതിയായി KS ബൈജു മാറുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.